ഹലോ ഹായ് ആമീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ചൂടായി തുടങ്ങിയിട്ടില്ലേ? ഒരു ജ്യൂസ് കുടിച്ചാലോ? ഇനി അങ്ങോട്ട് ജ്യൂസുകളുടെ കാലമാണ്. ആമീസ് വ്ലോഗിലും ഇനി അങ്ങോട്ട് കുറേ ജ്യൂസുകൾ ഉണ്ടാവും. അതിലൊരു സ്പെഷ്യൽ ജ്യൂസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്, ഓട്സ് ഡേറ്റ്സ് ജ്യൂസ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയൊരു ജ്യൂസാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. നമുക്ക് ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓട്സ് ഹോൾ ഓട്സും റോൾഡ് ഓട്സുമാണ്. മൾട്ടിഗ്രെയിൻ ഓട്സും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ബൗളിലിരിക്കുന്നത് അതാണ് ഹോൾ ഓട്സ്. അതാണ് ഞാൻ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പല വെറൈറ്റീസ് ഓട്സ് വെച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലൊരു വെറൈറ്റിയാണ് ഈ ജ്യൂസും. അപ്പോൾ ഇത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ധാന്യമാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ മസ്റ്റായിട്ടും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ധാന്യം കൂടിയാണ് ഓട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്സ് നമ്മൾ വളരെ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളായ ഒരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഹോൾ ഓട്സ് എടുത്ത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണിത്. കുതിർത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഡേറ്റ്സ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ 1 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കവർ പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് തന്നെ യൂസ് ചെയ്യണം. ഇതിപ്പോൾ നാടൻ പശുവിൻ പാലായതുകൊണ്ട് ഞാനത് തിളപ്പിച്ച് പാട മാറ്റിയ ശേഷം തണുപ്പിച്ചെടുത്തതാണ്. കുറച്ച് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓട്സ് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ പാലും എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്സ് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി ഓട്സ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഡേറ്റ്സ്, അതിൽ നിന്ന് ആ ഡേറ്റ്സിൻ്റെ വെള്ളം ഒഴിക്കേണ്ട, ഡേറ്റ്സ് മാത്രം പറക്കി ഇട്ട് കൊടുക്കാം. വെള്ളം നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വെള്ളവും പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സ് ഞാൻ പറക്കി അതിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഓട്സ്, 5-6 ഡേറ്റ്സ്, പിന്നെ 1 കപ്പ് പാൽ, ഇത്രയും എടുത്തിട്ട് നമ്മൾ വെള്ളം ശകലം പോലും ചേർക്കുന്നില്ല. ആ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 2 ഗ്ലാസ് ജ്യൂസിനുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒട്ടും തരിയില്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡേറ്റ്സും ഓട്സും കൂടി. നമ്മൾ അതിലേക്ക് ഡേറ്റ്സ് കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ എടുത്ത് വെച്ചിരുന്ന പാല് അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് തണുപ്പുള്ള പാലാണ്. ഈ തണുപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5-6 ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്സ് ഡേറ്റ്സ് ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓട്സ് നമ്മൾ എത്ര അരച്ച് കഴിഞ്ഞാലും അതിലൊരു ചെറിയ തരി പോലെ, ഉമി പോലൊരു സാധനം ഉണ്ടാകും. വലിയവർക്കത് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ആ തരി ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എൻ്റെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്